അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണാങ്കളത്തിലിറങ്ങി പടപൊരുതി യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളെപ്പറ്റി അംവാത്തൻ, അവർ മരണപ്പെട്ടുപോയി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അല്ലാഹു തആല പറയാ, നേരെ മറിച്ച് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അവരുടെ റബ്ബിന്റെ അടുക്കൽ, അവരുടെ ഖബറിൽ, അവരുടെ ആലമുൽ ബർസഖിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ 2ാമത്തെ 10ലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും മറ്റ് അഅ്മാലുകളുമെല്ലാം അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് സമ്പൂർണമായും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. 2ാമത്തെ 10 മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഔസതുഹു മഗ്ഫിറ, പാപമോചനത്തിൻ്റെ 10ആകുന്നു എന്ന് പരിചയപ്പെടുത്തിയ 10 ദിവസങ്ങളാണ് നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർവ്വകാലത്ത് നാം ചെയ്തു പോയ ചെറുതോ വലുതോ ആയ രഹസ്യവും പരസ്യവുമായ സകലമാന തെറ്റുകൾക്കും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ മാപ്പിരുന്ന് തൗബ ചെയ്യുവാനും പാപമോചനം തേടുവാനുമുള്ള അസുലഭ മുഹൂർത്തങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് നാം ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റമദാൻ മാസത്തിൻ്റെ 2ാമത്തെ 10 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മഹാന്മാരായ ബദരീങ്ങളാണ്. ഈ 2ാമത്തെ 10ലാണ് വ്യക്തമായി പറഞ്ഞാൽ ഹിജ്റ വർഷം 2, വിശുദ്ധ റമദാൻ മാസം 17 വെള്ളിയാഴ്ച പ്രഭാതം. അന്നാണ് മഹാന്മാരായ ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി അവർ ബദർ രണാങ്കണത്തിൽ ഇറങ്ങി 1000ഓളം വരുന്ന ശത്രുക്കളോട് പടപൊരുതി മഹാന്മാരായ ബദരീങ്ങൾ ചരിത്രം രചിച്ചത് പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 17ാമത് ദിവസത്തിൽ വെള്ളിയാഴ്ചയായിരുന്നു. നമുക്കറിയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും മക്കയിൽ ജീവിക്കാൻ അവരെ അനുവദിക്കാത്ത ഒരു ഘട്ടം വന്നപ്പോൾ പിറന്ന നാടും കുടുംബവും സമ്പത്തുമെല്ലാം ഒഴിവാക്കി അവർക്ക് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. എന്നാൽ മക്കയിൽ അവർ ഉപേക്ഷിച്ചു പോയ സകല സ്വത്തുക്കളെയും കൈക്കലാക്കിയ ഖുറൈശികൾ, ശത്രുക്കൾ, ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ തകർക്കുവാനും മുസ്ലിങ്ങൾക്കെതിരെ കോപ്പുകൂട്ടുവാനും ആയുധം ശേഖരിക്കുവാനും തുടങ്ങി. കണ്ടതിനെയെല്ലാം കടിച്ച് മുമ്പോട്ട് പായുന്ന ഒരു വിഷപ്പട്ടിയെ, പേപ്പട്ടിയെ കൊല്ലാതെ വിടുന്നത് നീതിപൂർവമല്ല എന്ന നീതിശാസ്ത്രം നമുക്കേവർക്കും അറിയാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനമായി മുസ്ലിങ്ങൾക്ക് പ്രതിരോധിക്കാൻ യുദ്ധത്തിന് അനുമതി നൽകി. അബൂ സുഫിയാൻ ഇബ്നു ഹർബിന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് പോയ ഒരു വലിയ കച്ചവട സംഘം തിരിച്ചു വരുന്ന സമയത്ത് ആ കച്ചവടത്തിന് ഉപയോഗിച്ച സമ്പത്തുകളിൽ ധാരാളം മുസ്ലിങ്ങളുടെ സമ്പത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാനെ തടഞ്ഞു വെക്കുവാനും അവന്റെ കച്ചവട സംഘത്തെ ഉപരോധിക്കുവാനും അത് പിടിച്ചെടുക്കുവാനും തൻ്റെ സ്വഹാബത്തിനോട് ഉണർത്തുകയുണ്ടായി. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അതിനിറങ്ങിയത് അറിഞ്ഞ അബൂ സുഫിയാൻ കടൽ വഴിയിലൂടെ അദ്ദേഹം മക്കയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂടെയുള്ള സ്വഹാബത്തിനെയും തകർക്കുവാൻ വേണ്ടി അബൂജഹലിന്റെ നേതൃത്വത്തിൽ 700 ഒട്ടകങ്ങളും 1000 കുതിരകളും അടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായിക്കൊണ്ട്, 1000ഓളം വരുന്ന സൈന്യങ്ങളുമായിക്കൊണ്ട് അബൂജഹലും അവന്റെ പാർട്ടികളും ബദറിലേക്ക് മാർച്ച് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ഈ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് നാം എന്ത് ചെയ്യണമെന്ന് പൊതുവേയും അൻസാറുകളായ മദീനക്കാരായ സ്വഹാബികളോട് പ്രത്യേകിച്ചും ചർച്ച ചെയ്തു. മുഹാജിറുകളായ മക്കയിൽ നിന്ന് വന്ന എല്ലാ സ്വഹാബത്തും അവരൊക്കെയും ഏകസ്വരത്തിൽ പറഞ്ഞു, നബിയെ, നമുക്ക് ശത്രുവിനെതിരെ പോരാടാം, ബദറിൽ നമുക്ക് ചരിത്രം രചിക്കാം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അൻസാറുകളുടെ നേതാവായ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, പണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം അദ്ദേഹത്തോട് പറഞ്ഞ നന്ദിയില്ലാത്ത വാക്ക്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ, ജബ്ബാരിയങ്ങളോട് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ വിശ്രമിക്കാം എന്ന് പറഞ്ഞ് പാറപ്പുറത്ത് കയറിയിരുന്ന ഇസ്രായേലികളെ പോലെ ആവുകയില്ല ഞങ്ങൾ. നേരെ മറിച്ചുകൊണ്ട് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. നബിയെ, അങ്ങും റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും. നഹ്നു മഅക നുഖാതിലു മഅക, ഞങ്ങൾ അങ്ങയോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യും. ബൈന യദൈക വമിൻ ഖൽഫിക വഅൻ യമാനിക വഅൻ ശിമാലിക, അങ്ങയുടെ മുന്നിലും പിന്നിലും ഇടതും വലതും നിന്നുകൊണ്ട് ശത്രുവിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ ഞങ്ങളുണ്ട് നബിയെ. അങ്ങ് ഞങ്ങളോട് വലിയ സമുദ്രം നീന്തിക്കടക്കാൻ പറഞ്ഞാൽ ലഖുൽന, ഞങ്ങൾ അത് നീന്തിക്കടക്കാൻ ഞങ്ങൾ തയ്യാറാവും. എത്ര ദീർഘമായ യാത്ര ചെയ്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും അതൊക്കെയും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. അത് തയ്യാറായിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹാന്മാരായ അൻസാറുകളായ മറ്റു സ്വഹാബികളൊക്കെ അതേറ്റു പറഞ്ഞപ്പോൾ ചരിത്രത്തിൽ കാണാം, ഫദഅ ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സബാത്തി വൽ ഫതഹ്. തൻ്റെ അനുചരന്മാരായ ഈ സൈനികർക്ക് യുദ്ധത്തിൽ സ്ഥിരതയും വിജയവും നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് കൈമലർത്തിക്കൊണ്ട് ദുആ ചെയ്തു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുത്തു വന്ന, റമദാൻ നോമ്പ് ഫർളാക്കിയ ആ വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. പരിശുദ്ധമായ നോമ്പെടുത്തു വന്ന സ്വഹാബികളിൽ യുദ്ധത്തിന് വേണ്ടി മിക്കവാറും ആളുകളൊക്കെ നോമ്പ് ഒഴിവാക്കി. പട്ടിണി കിടന്നു വന്ന, നേരെ വസ്ത്രമില്ലാതെ, കാലിൽ ചെരുപ്പില്ലാതെ, നഗ്നപാതരായി നടന്നു വന്ന മഹാന്മാരായ പാവപ്പെട്ട സ്വഹാബത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫശ്ബിഉഹും, അല്ലാഹുവേ, എൻ്റെ ഈ അനുചരന്മാർ വിശപ്പുള്ളവരാണ്, അവരുടെ വിശപ്പ് നീ മാറ്റി കൊടുക്കണമേ. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, കാലിൽ ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്ത എൻ്റെ അനുചരന്മാരെ നീ ഏറ്റെടുക്കണമേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വഹാബത്തിന് വേണ്ടി ദുആ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബദർ യുദ്ധം അരങ്ങേറി. എല്ലാവിധ ആയുധങ്ങളോടും കൂടെ വന്ന ആയിരക്കണക്കിന് വരുന്ന സൈന്യങ്ങളെ കണ്ടപ്പോൾ അടിപതറാതെ തികഞ്ഞ ധൈര്യത്തോടുകൂടെ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രണാങ്കളത്തിലേക്ക് ചാടിയിറങ്ങിയ സ്വഹാബത്ത്. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ, അവരാകുന്നു ആൺകുട്ടികൾ, അല്ല അവർ പർവ്വത സമാരന്മാരാണ്, കാലത്തെ വെല്ലുന്ന മനക്കരുത്തുള്ളവരാണ് മഹാന്മാർ. ഫസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹുദ അൻവാ തഅദീബിഹിം വൽ ഹത്ഫ കൈഫ ജറാ. അവരുടെ രണശൂരത കാണണമെങ്കിൽ, ധൈര്യവും സ്ഥൈര്യവും കാണണമെങ്കിൽ ബദർ രണാങ്കളത്തോട് ചോദിക്കൂ, ഹുനൈനോട് ചോദിക്കൂ, ഉഹുദിനോട് ചോദിക്കൂ. അവർ നിങ്ങൾക്ക് ബദരീങ്ങളെ പറ്റി പറഞ്ഞു തരും, മഹാന്മാരായ സ്വഹാബത്തിനെ പറ്റി പറഞ്ഞു തരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ പറ്റി പറഞ്ഞത്, മറ്റു ശുഹദാക്കളെ പറ്റി പറഞ്ഞത്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വ അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ കയ്യിൽ നിന്ന് അവരുടെ സമ്പത്തും അവരുടെ സ്വശരീരങ്ങളെയും അല്ലാഹു തആല വിലക്കെടുത്തിരിക്കുന്നു.
പകരമായി അല്ലാഹു തആല അവർക്ക് നൽകുന്നത് ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് പകരം നൽകുന്നത് പരിശുദ്ധമായ സ്വർഗ്ഗമാകുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗരാജ്യത്തേക്കും നിങ്ങൾ ഓടി വരൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ മഹാന്മാരായ ബദരീങ്ങൾ അവരെല്ലാം മറന്നുകൊണ്ട് അടർക്കളത്തിലേക്ക് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചാടിയിറങ്ങിയപ്പോൾ ദാനത്ത് ലദൈഹിം റിഖാബുൽ കുഫ്രി വൽ തറബത് ലിസൗലത്തിൻ മിൻഹുമുൽ അബ്താലു വൽ ബുസ്വറാ, കുഫറിന്റെ സകലമാന കോട്ടകളും അവർക്ക് മുമ്പിൽ തകർന്നടിഞ്ഞുപോയി. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബദർ യുദ്ധം നടന്ന ആ ദിവസത്തിന് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസം, യൗമുൽ തഖൽ ജംആൻ, ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടിയ ദിവസം എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരായുധമില്ലാതെ, കാലിൽ ചെരുപ്പില്ലാതെ, ശരിക്ക് നഗ്നത മറക്കാനുള്ള വസ്ത്രം പോലുമില്ലാതെ, വിശപ്പ് സഹിച്ച് ആ ബദർ രണാങ്കണത്തിൽ ഇറങ്ങിയ മഹാന്മാരായ 313 സ്വഹാബികൾ. നമുക്കറിയാം, ഇന്ന ശുഹദാ ബദരിൻ ലം യുഖ്തൽ മിൻഹും ഇല്ലാ ബിൽഅതാശർ, ബദർ യുദ്ധത്തിൽ 10-ൽ പരമാളുകൾ, വ്യക്തമായി പറഞ്ഞാൽ 14 സ്വഹാബത്താണ് ബദർ യുദ്ധത്തിൽ ഷഹീദായത്. എന്നാൽ വൽ ബാഖൂന മഅ്ജൂറൂന മിസ്ലഹും, ബാക്കിയുള്ള ആളുകളും അവരൊക്കെയും ഈ യുദ്ധത്തിൽ ഷഹീദാവണം, എനിക്കും സ്വർഗം കിട്ടണം എന്ന നെയ്യത്തോടുകൂടെ രണാങ്കളത്തിലേക്ക് ചാടിയിറങ്ങിയവരാണ്. അതുകൊണ്ട് അവർക്കൊക്കെയും ഈ ബദരീങ്ങൾക്ക് നൽകപ്പെടുന്ന എല്ലാ പവറും നൽകപ്പെടുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ ഇറങ്ങി വന്നുകൊണ്ട് മുത്തനബിയോട് ചോദിച്ചു, പുന്നാര നബിയെ, ബദരീങ്ങളുടെ സ്ഥാനം നിങ്ങൾക്കിടയിൽ എന്താകുന്നു? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദരീങ്ങളായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആകാശഗംഗയിൽ അധിവസിക്കുന്ന കോടാനുകോടി മലക്കുകൾ, വലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, ആ മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. ആ കോടിക്കണക്കിന് വരുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങിയ ബദരീങ്ങൾക്ക് ധൈര്യം നൽകാൻ, അവർക്ക് സ്ഥൈര്യം നൽകാൻ, അവർക്ക് മനക്കരുത്ത് നൽകാൻ വേണ്ടി അല്ലാഹു തആല ബദറിൽ വിന്യസിച്ച 5000 മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളാണ് കോടാനുകോടി വരുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായി ഞങ്ങൾ കണക്കാക്കുന്നു എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഅല്ലല്ലാഹ ഇത്തല അലാ അഹ്ലി ബദർ ഫഖാല ലഹും ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാന്മാരായ ബദരീങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ട്, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളൂ, ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് ബദരീങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ശ്രേഷ്ഠതകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് നമ്മെ ഉണർത്തുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രണാങ്കളത്തിലിറങ്ങി ഷഹീദായ മഹാന്മാരായ ശുഹദാക്കൾ, ആ ശുഹദാക്കൾ മരണപ്പെട്ട് കബറടക്കം ചെയ്തതിന്റെ ശേഷം അവർ മണ്ണിൽ ലയിച്ചുപോയി, ദ്രവിച്ചുപോയി, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി എന്ന് പോലും നാം പറഞ്ഞുകൂടാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ രണാങ്കളത്തിലിറങ്ങി പടപൊരുതി യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളെപ്പറ്റി അംവാതൻ, അവർ മരണപ്പെട്ടു പോയി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അല്ലാഹു തആല പറയാ, നേരെ മറിച്ച് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം,
അവർ അവരുടെ റബ്ബിന്റെ അടുക്കൽ, അവരുടെ ഖബറിൽ, അവരുടെ ആലമുൽ ബർസഖിൽ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. യുർസഖൂന, അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം നൽകപ്പെടുന്നുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചരിത്രം ദീർഘിപ്പിച്ചു പറയുന്നില്ല. ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായതിന്റെ ശേഷം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരിക്കൽ ജാബിർ റളിയല്ലാഹു വരുമ്പോൾ തന്റെ മുഖത്ത് ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്നത് കണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ ജാബിർ മാലി അറാക മുതകസ്സിറ, എന്താണ് ജാബിറെ നിന്റെ മുഖത്ത് ഒരു വല്ലായ്മ, ഒരു ദുഃഖം? മഹാനായ ജാബിർ റളിയല്ലാഹു പറഞ്ഞു, ഇന്ന അബി ഖദ് മാത, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ ബാക്കി വെച്ചിരിക്കുന്നത് കുറെ കടങ്ങളും പറക്കമുറ്റാത്ത ചെറിയ പെൺമക്കളുമാണ് എൻ്റെ ഉപ്പാക്കുള്ളത്. 6-7 പെൺമക്കളും ഞാൻ മാത്രം ഒരു ആൺകുട്ടിയുമാണ്. ധാരാളം കടങ്ങളും എൻ്റെ ഉപ്പാക്കുണ്ട്. എൻ്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് എൻ്റെ ഉപ്പയുടെ മനസ്സിൽ ആ കടങ്ങളും പെൺമക്കളുടെ ഭാരവുമൊക്കെ വലിയ വിഷമമുണ്ടാക്കിയിരിക്കുമോ എന്ന പേടിയാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹുവിനോട് പറയാണ്, ജാബിറെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ലം യതകല്ലം അഹദൻ, അല്ലാഹു തആല ആരോടും നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇല്ല അബാക്ക, നിന്റെ ഉപ്പയോടല്ലാതെ. കല്ലമല്ലാഹു അബാക്ക കിഫാഹൻ, നിന്റെ ഉപ്പയോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചു. ഉപ്പയോട് അല്ലാഹു തആല പറഞ്ഞു, നീ നിനക്ക് വേണ്ടത് ആഗ്രഹിക്കൂ, നിനക്ക് ഞാൻ നൽകാം. അപ്പോൾ ഉപ്പ അല്ലാഹുവിനോട് പറയുന്നു, പടച്ച റബ്ബേ, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അതായത് എന്നെ നീ വീണ്ടും ദുനിയാവിലേക്ക് തന്നെ, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുക. അവിടെ വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും നിന്റെ മാർഗത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ ഷഹീദായി ഈ വലിയ ശുഹദാക്കൾക്ക് കിട്ടുന്ന വലിയ പവർ എനിക്ക് ഒരിക്കൽ കൂടി നേടാൻ വേണ്ടിയാകുന്നു. അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ ഉപ്പയോട് പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഭൂമിയിലേക്ക് മടക്കമില്ല. വേറെ എന്തെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ പറഞ്ഞു, എന്നാൽ എനിക്ക് കിട്ടിയ ഈ വലിയ പവർ, ശുഹദാക്കൾക്ക് കിട്ടുന്ന ഈ വലിയ അനുഗ്രഹങ്ങൾ, അത് എൻ്റെ ബന്ധപ്പെട്ട ആളുകളെ, എൻ്റെ കുടുംബങ്ങളെ, എൻ്റെ സുഹൃത്തുക്കളെ ഒന്ന് അറിയിക്കണം റബ്ബേ എന്ന് നിന്റെ ഉപ്പ പറഞ്ഞപ്പോൾ ഫഅൻസലല്ലാഹു സുബ്ഹാനഹു വ തആല, അപ്പോഴാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മരണപ്പെട്ടു പോയ ശുഹദാക്കളെ പറ്റി അവർ മരിച്ചുപോയി എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിപ്പുള്ളവരാണ്, അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നു പോലുമുണ്ട് എന്ന പരിശുദ്ധ ഖുർആന്റെ വാക്യം ഇറങ്ങിയത് നിന്റെ ഉപ്പാക്ക് മറുപടി ആയിക്കൊണ്ടാകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹുവിനെ 6 മാസങ്ങൾക്ക് ശേഷം പുറത്തെടുത്തതുപോലെ 40 കൊല്ലങ്ങൾക്ക് ശേഷം, വ്യക്തമായി കൊണ്ട് പറഞ്ഞാൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ഹിജ്റ 40-ൽ മദീനയിലേക്ക് ജലസേചനത്തിന് വേണ്ടി ഖനാത്ത് മുആവിയ കനാൽ ഉണ്ടാക്കി. ആ കനാൽ ഉണ്ടാക്കുന്നത് ഉഹുദിൽ ഷഹീദായ ശുഹദാക്കളെ മറവ് ചെയ്യപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് കനാൽ നേർക്ക് നേരെ വരുന്നത്. മഹാനായ മുആവിയ റളിയല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മദീന ടൗണിൽ വിളംബരം നടത്തി, നിങ്ങളോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉഹദിൽ മറവ് ചെയ്യപ്പെട്ടവരായുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ നിന്ന് മാറ്റി മറവ് ചെയ്യേണ്ടതാണ്, അവിടെ കനാൽ വരുന്നു എന്ന് പ്രഖ്യാപനം നടത്തിയപ്പോൾ, വിളംബരം നടത്തിയപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹുദിൽ ഷഹീദായ ശുഹദാക്കളെ ആ കനാൽ വരുന്ന ഭാഗത്ത് നിന്ന് അവരെല്ലാം കുഴിച്ചെടുത്ത് മറ്റു സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് മറവ് ചെയ്യേണ്ടി വന്നു. മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ഉഹദ് ശുഹദാക്കളുടെ നേതാവ്, വബിഹംസത്തുൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ, ശുഹദാക്കളുടെ നേതാവായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു മഹാനവർകളെ പിക്കാസ് കൊണ്ട് കുഴിച്ചെടുക്കുന്ന സമയത്ത്
പിക്കാസിന്റെ ഭാഗം മഹാനായ ഹംസ റളിയല്ലാഹുവിന്റെ കാലിൽ തട്ടി, ഫംബഅസദ്ദമ, ആ കാലിൽ നിന്ന് രക്തം തൂറ്റി വന്നു എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതേ പ്രകാരം തന്നെ എൻ്റെ ഉപ്പയെ ഖബറിൽ നിന്ന് മാന്തിയെടുത്തു. ഉഹുദ് രണാങ്കളത്തിൽ മറവ് ചെയ്യപ്പെട്ട ശുഹദാക്കളെല്ലാം അവരുടെ ഖബറുകളിൽ നിന്ന് മാന്തിയെടുത്തപ്പോൾ കഅന്നഹും റിജാലുൻ നിയാം, ഉറങ്ങുന്ന പുരുഷന്മാരെ പോലെ, യുഹ്മലൂന അലാ അഅനാഖി റിജാൽ, ആൺകുട്ടികൾ പുരുഷന്മാർ അവരുടെ ചുമലുകളിലൂടെ ഉറങ്ങുന്ന മനുഷ്യരെ ചുമന്നുകൊണ്ടു പോകുന്നത് പോലെ യാതൊരു പോറൽ പോലും ഏറ്റിട്ടില്ല 40 കൊല്ലങ്ങൾക്ക് ശേഷവും എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത് ഉസുദുൽ ഗാബ, ഹയാത്തുസ് സഹാബ തുടങ്ങിയ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയ മഹാന്മാരെ പറ്റി മരിച്ചുപോയി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ആ മഹാന്മാരായ ബദരീങ്ങൾ അടക്കമുള്ള ശുഹദാക്കൾ, ആ ശുഹദാക്കളാകുന്നു നമ്മുടെ നേതാക്കന്മാർ. അവരില്ലായിരുന്നുവെങ്കിൽ നാം മുസ്ലിങ്ങളായി ഇവിടെ ജീവിക്കുമായിരുന്നില്ല. നമ്മിലേക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ എത്തിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള ബദരീങ്ങളാകുന്നു. അതുകൊണ്ട് അവരെ നാം ഓർക്കുകയും അനുസ്മരിക്കുകയും അവരുടെ മദ്ഹുകൾ പാടുകയും പറയുകയും അവരെ ഇടയാളന്മാരാക്കി വസീലയാക്കി ജഗന്നിയന്താവായ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. ചരിത്രങ്ങളിൽ കാണാം, ഇന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ, ബദരീങ്ങളുടെ പേര് പറയുന്ന മജ്ലിസിൽ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. അൽ അഖായിദുൽ അദുദിയ്യ എന്ന കിതാബിൽ കാണാം, ഇന്ന കസീറൻ മിനൽ ഔലിയാഇ ലം യുഅത്തുൽ വിലായത ഇല്ലാ ബിഖറാഅത്തി അസ്മാഇഹിം, എത്രയോ ഔലിയാക്കന്മാർക്ക് ആ ഉന്നതമായ പദവി ലഭിച്ചത് മഹാന്മാരായ ബദരീങ്ങളുടെ പേര് അവർ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നത് കൊണ്ടാണ്. വ ഇന്ന കസീറൻ മിനൽ മർള, എത്രയോ രോഗികൾ ശുഫു, അവർക്ക് രോഗശമനം നൽകി കിട്ടിയത് മഹാന്മാരായ ബദരീങ്ങളെ ഇടയാളന്മാരായിക്കൊണ്ട് ദുആ ചെയ്തത് കൊണ്ടാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബദരീങ്ങളെ നാം ഒരിക്കലും മറക്കരുത്. പരിശുദ്ധമായ റമദാൻ മാസം 17 വരുമ്പോൾ മഹാന്മാരായ ബദരീങ്ങളുടെ മൗലിദ് പാരായണം ചെയ്തുകൊണ്ടും അവരുടെ ഗുണഗണങ്ങൾ പാടിയും പറഞ്ഞും അവരെ ഇടയാളന്മാരായിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടും നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നാം ചെയ്തിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കാത്തുകൾ കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. പരിപൂർണ മുഅ്മിനുകളായി ജീവിച്ച് സമ്പൂർണമായ ഈമാനോടുകൂടെ മരണപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.